പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പൂരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കി വരുന്നത്. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഈ ദിവസമാണെന്നാണ് വിശ്വാസം. കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതേ ദിവസം തന്നെ സർവ്വദേവീ ദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാണ്. ശ്രേഷ്ഠ വ്രതങ്ങളിൽ ഒന്നായാണ് ഗുരുവായൂർ ഏകാദശി വ്രതത്തെ വിശ്വാസികൾ കരുതുന്നത്. ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, മനഃശാന്തി, രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുമത്രേ. വിഷ്ണുപ്രീതിക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി 2 പക്ഷങ്ങളുണ്ട്. ഇരുപക്ഷങ്ങളിലെയും 11ാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണു പ്രീതികരമായി കണക്കാക്കപ്പെടുന്നു. ഏകാദശിയുടെ തലേ ദിവസവും പിറ്റേ ദിവസവും കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം. തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് സാധിക്കാത്തവർ തുളസി തീർത്ഥം സേവിച്ച് ദിവസം കഴിക്കുന്നു. പ്രഭാത സ്നാനത്തിനു ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം, നാരായണീയം മുതലായ വൈഷ്ണവ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമം. ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാരായണ വിടുന്നതോടെ വ്രതം സമാപിക്കുന്നു. ഏകാദശി വ്രതം 2 തരത്തിലുണ്ട്: ദശമി ബന്ധമുള്ളതും ഇല്ലാത്തതും. ദശമി ബന്ധമുള്ള ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശി ആനന്ദപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ പൊതുവെ 2ാമത്തെ ചിട്ടയനുസരിച്ചാണ് വ്രതം. ഏകാദശിക്ക് 1 മാസം മുമ്പ് തുലാമാസത്തിലെ വെളുത്ത ഏകാദശി നാളിൽ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നു. ക്ഷേത്രത്തിലെ 8000-ഓളം ചുറ്റുവിളക്കുകൾ തിരിയിട്ട് തെളിയിച്ച് ഇടയ്ക്ക നാദസ്വര വാദ്യത്തോടെ 3 ആനകളെ എഴുന്നള്ളിച്ചാണ് വിളക്കാഘോഷം. പുരാതന കുടുംബങ്ങൾ, വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ വഴിപാടാണിത്. ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലുള്ള പറമ്പോട്ട് അമ്മിണിയമ്മയുടെ പേരിലാണ്. ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് വരുന്ന പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്നറിയപ്പെടുന്നു. മറ്റുള്ള വിളക്കുകൾ നടത്തുന്നത് പ്രത്യേക ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത്. ഇവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾക്ക് വന്നത്. പഞ്ചമി വിളക്ക് നടത്തുന്നത് കാപ്രാട്ട് കുടുംബക്കാരാണ്. ഷഷ്ടി വിളക്ക് നടത്തുന്നത് മാണിക്യത്ത് കുടുംബക്കാരും. മാണിക്യത്ത് കുടുംബത്തിലെ കാരണവരായിരുന്ന ചന്ദ്രശേഖര മേനോന്റെ പേരിലാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത്. സപ്തമി നാളിലെ വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബമായ നെന്മിനി മനക്കാരാണ്. ഈ വിളക്കിന് സവിശേഷ പ്രാധാന്യമുണ്ട്. സാധാരണ വിളക്കുകൾ നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കാറുള്ളതെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നെന്മിനി മനപ്പറമ്പിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ തെളിയിക്കുന്നത്. വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു. അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കത്തി നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. അഷ്ടമി മുതലുള്ള വിളക്കുകൾക്ക് ഭഗവാന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. ഈ വിളക്കുകൾക്കെല്ലാം അകമ്പടിയായി പഞ്ചവാദ്യം, പഞ്ചാരിമേളം, നാദസ്വരം എന്നിവയോട് കൂടിയ വിശേഷാൽ കാഴ്ച ശീവേലിയും ഉണ്ടാകും. ദശമി നാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി നാളിൽ രാവിലെ 9 മണി വരെ പൂജകൾക്കും ദീപാരാധനയ്ക്കുമല്ലാതെ നടയടയ്ക്കില്ല.
ഏകാദശി നാളിലെ നിർമാല്യ ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു. അന്നേ ദിവസത്തെ ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ്. രാവിലെ 7 മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണം ഉണ്ടാകും. ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തർ ആഹാരമേ കഴിക്കരുതെന്ന് ചിട്ടയെങ്കിലും ശാരീരിക സ്ഥിതി അനുകൂലമല്ലാത്തവർ അരിയാഹാരം മാത്രമേ ഒഴിവാക്കാറുള്ളൂ. എന്നാൽ ഗുരുവായൂരപ്പന് അന്ന് നിവേദ്യങ്ങൾ സാധാരണ പോലെ തന്നെയാണ്. ഏകാദശി നാളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കായി വിശേഷാൽ പ്രസാദ ഊട്ടുണ്ടാകാറുണ്ട്. ഗോതമ്പ് ചോറ്, കാളൻ, ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ. രാവിലെ കാഴ്ചശീവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാകും. 3 ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത്. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പുണ്ടാകും. സ്വർണത്തിൽ തീർത്തതാണ് ഈ രഥം. രഥത്തിന്റെ മുന്നിൽ ചമ്മട്ടി ഏന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുറകിൽ തൊഴുതു നിൽക്കുന്ന അർജുനന്റെയും രൂപങ്ങൾ പണിതുവച്ചിട്ടുണ്ട്. 1977 നടന്ന പാർത്ഥസാരഥി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. രഥമെഴുന്നള്ളിപ്പ് അകമ്പടിയായി ഭക്തരുടെ നാമജപം ഉണ്ടാകും. തുടർന്ന് ക്ഷേത്രത്തെ കുളമടക്കം വലം വെച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏകാദശി ദിവസം അർദ്ധരാത്രി ദ്വാദശി പണം സമർപ്പിക്കൽ എന്ന വിശേഷാൽ ചടങ്ങ് ആരംഭിക്കും. ക്ഷേത്രം കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. ശുഗപുരം, പെരുവനം, ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്ക് ഭക്തർ ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത്. ബ്രാഹ്മണ ശ്രേഷ്ഠരായ അഗ്നിഹോത്രികൾക്ക് ദക്ഷിണ നൽകുന്നത് അതീവ പുണ്യകരമായ കാര്യമായാണ് വിശ്വസിച്ചു വരുന്നത്. ആദ്യത്തെ ദക്ഷിണ സമർപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നാണ് വിശ്വാസം. ഭഗവത് പ്രതിനിധിയായി മേൽശാന്തിയാണ് ദക്ഷിണ സമർപ്പിക്കുന്നത്. തുടർന്ന് ദേവസ്വം അധികാരികളും അവസാനം ഭക്തരും സമർപ്പിക്കുന്നു. രാവിലെ 9 മണി വരെ പണം സമർപ്പിക്കൽ തുടരുന്നു. ദ്വാദശി നാളിൽ രാവിലെ 7 മണിക്ക് ദ്വാദശി ഊട്ട് നടത്തുന്നു. ഇടിച്ചു പിഴിഞ്ഞ പായസത്തോടെ നടത്തുന്ന സദ്യയാണിത്. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് 3:30 തുറക്കൂ. ആ സമയം വിവാഹം, ചോറൂണ്, തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളൊന്നും നടത്താറില്ല. ദ്വാദശിയുടെ പിറ്റേ ദിവസം നടത്തുന്ന ത്രയോദശി ഊട്ട് തന്റെ ഭക്തനായിരുന്ന ഒരു പരദേശി ബ്രാഹ്മണന്റെ ശ്രാദ്ധം ഭഗവാൻ തന്നെ ഊട്ടുന്ന ചടങ്ങായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി, മത്തൻ പൊടിത്തൂവൽ, ഇളവൻ ചേന, പയർ, കൂട്ടുകറി, രസം, പിണ്ടിപ്പായസം എന്നിവയോട് കൂടിയ ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ അവസാനിക്കുന്നു. സംഗീതാചാര്യനും ഗുരുവായൂരപ്പന്റെ പരമഭക്തനുമായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ സ്മരണാർത്ഥം 1974 മുതൽ എല്ലാ വർഷവും ഏകാദശി കാലത്ത് നടത്തിവരുന്ന വിശേഷാൽ ചടങ്ങാണ് ചെമ്പൈ സംഗീതോത്സവം. കേരളത്തിലെ പ്രശസ്തവും അപ്രശസ്തരുമായ നിരവധി സംഗീതജ്ഞർ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.